കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഏറുവാടിയും പരിസരവും ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കീഴിൽ ഭരണത്തിൻ്റെ കീഴിൽ വരികയും പൗത്രമാണിക്യപട്ടണം എന്ന പേരിൽ അറിയപ്പെടുകയും ഇവിടെ ജനങ്ങൾ സന്തോഷത്തോടു കൂടിയും ജാതി ഭേദമന്യേ എല്ലാവരും എല്ലാവരുടേതായുള്ള ഒരു മട്ടത്തിലും ചേരിലും നീങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ സന്തോഷവും സമാധാനവും ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ നിന്ന് പോയ ചോളരാജാവും അതുപോലെ തന്നെ പാണ്ഡ്യന്മാരും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാനും അവർ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നതുമായി ഏറുവാടി പാപ്പ അറിയുകയാണ്. അപ്പോൾ ഇനിയും ഏറുവാടി കലുഷിതമാകാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ ചരിത്രം നമുക്ക് ഇനിയും വിശാലമാണ്, പറഞ്ഞു തുടങ്ങുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാ ചരിത്രം തുടങ്ങുകയാണ്. ചോളരാജാവിന് മധുരയോടുള്ള കൊതി അടങ്ങിയിരുന്നില്ല. അയാൾ വീണ്ടും പല ആക്രമണത്തിനും ഒരുങ്ങി. ഇനിയും രക്തം ചൊരിയേണ്ടെന്ന് കരുതി അയാളുമായി ബാദുഷാ തങ്ങളുപ്പാപ്പ ഒരു ഉടമ്പടിയുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറുവാടിയുടെയും പരിസരത്തിൻ്റെയും ഭരണം ഏറുവാടി ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ കയ്യിൽ തന്നെയായിരുന്നു. എന്നാലും ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഇവരുമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ്. ഭരണം നിങ്ങളെ തന്നെ ഏൽപ്പിക്കാം. കാരണം ഏറുവാടി പാപ്പയ്ക്ക് ഭരണം ആഗ്രഹമില്ല. അവിടുന്ന് പ്രവർത്തനം ഞങ്ങളുടെ മതം പ്രചരിപ്പിക്കുവാനുള്ള അധികാരം, അതുപോലെ തന്നെ ജനങ്ങൾക്ക് സ്വന്തം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുവാനുള്ള അധികാരവും തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും നാട്ടിൽ നിന്നും ഒഴിവാക്കണം എന്നുമായിരുന്നു ഏറുവാടി ഉപ്പാപ്പ അവിടെ നിന്നും പറഞ്ഞത്. ഈ എഗ്രിമെൻറ്റിൽ അവർ കരാറെഴുതി ഒപ്പിട്ടു. അവിടെ തൽക്കാലം ഭരണം ചോളരാജാക്കന്മാരെ തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഏറുവാടി ഉപ്പാപ്പ ഇതുവരെ യുദ്ധത്തിന് ഇറങ്ങിയില്ല എന്ന് വെറുതെ പറഞ്ഞതല്ല, ഭരണം ആവശ്യമില്ല എന്ന് ആദ്യമേ പറയുന്നുണ്ട്. ഭരണം കിട്ടിയിട്ടും ഏറുവാടി ഉപ്പാപ്പ ആ ഭരണം അവരെ തന്നെ തിരിച്ച് ഏൽപ്പിക്കുകയാണ്. ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഒരുപാട് വലിയ വലിയ ഏറുവാടി ഉപ്പാപ്പൻ്റെ കൂടെ വന്ന ഒരുപാട് നല്ല നല്ല മഹാന്മാരും വലിയ അഭ്യാസ കലകളും നല്ല ഡോക്ടർമാരും ജനങ്ങൾക്ക് ഉപകാരം ചെയ്തിരുന്ന ഒരുപാട് ആളുകളും ഒക്കെ ഷഹീദായിപ്പോയി. ഇത്ര വലിയ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ ഈ രാജാവിന് വീണ്ടും മാപ്പ് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ ഏൽപ്പിക്കുന്ന ഏറുവാടി പാപ്പയുടെ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. അത് അവിടുത്തെ ജനങ്ങൾക്ക് ഇന്നും അറിയാം. അതാണ് ഏറുവാടിയിൽ ഇന്നും നമുക്ക് പോയാൽ കാണാൻ കഴിയുന്നത്. ഭരണം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ബാദുഷായുടെ സഹോദരപുത്രനായ ഇസ്ഹാക്കും സഹോദരി പുത്രിയായ സൈനബയും തമ്മിലുള്ള വിവാഹം ആയിടെ നടന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ പല നാട്ടുരാജാക്കന്മാരും എത്തിച്ചേർന്നു. അനന്തരം ഭരണഭാരം ഇസ്ഹാക്കിനെ ഏൽപ്പിച്ചു. വർഷങ്ങൾ 10-12 കഴിഞ്ഞു. തിരുപ്പതിയിൽ അഭയം പ്രാപിച്ച് മധുരയിലെ പഴയ രാജാവ് തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കുവാൻ തക്കം പാർത്ത് നടക്കുകയായിരുന്നു. ചോളരാജാവ് മധുരയുടെ ഭരണം ഏറ്റെടുത്തെന്നറിഞ്ഞപ്പോൾ അയാൾ തിരുപ്പതി രാജാവിൻ്റെ സഹായത്തോടെ ഒരു വലിയ സൈന്യവുമായി വന്ന് എതിരിട്ടു. ചോളരാജാവ് പരാജയപ്പെട്ടു. ഭരണം തിരുപ്പാണ്ഡ്യൻ്റെ കൈകളിലെത്തി. മധുരയിൽ ആസ്ഥാനമുറപ്പിച്ചു. പാണ്ഡ്യനിൽ വൈരാഗ്യം നുരയാൻ തുടങ്ങി. തന്നെ രാജ്യഭ്രഷ്ടനാക്കിയ ബാദുഷാ തൻ്റെ സഹോദരപുത്രനെയും കുടുംബത്തെയും നശിപ്പിച്ച ബാദുഷാ അയാളെ പാഠം പഠിപ്പിക്കണം. ഈ ചിന്ത അയാളെ അലട്ടി. ആദ്യമായി അയാൾ ബാദുഷാക്ക് ഒരു ലിഖിതമയച്ചു. ബാദുഷാ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ രാജ്യം വിട്ടുപോകുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം അതിൻ്റെ വിപത്ത് ഭയാനകരമായിരിക്കും. ബാദുഷാ ചുളിഞ്ഞില്ല. പാണ്ഡ്യൻ ഏർവാടിയിലേക്ക് കുതിച്ചു. ആനപ്പുറത്ത് തെളിഞ്ഞിരിക്കുന്ന തിരുപാണ്ഡ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അത്യാഗ്രഹം കൊണ്ട് വന്നാൽ നാശമായിരിക്കും ഫലം. ഇപ്പോൾ നിങ്ങൾക്ക് മധുര തിരിച്ചു കിട്ടിയില്ലേ? അവിടെ ഭരണം നടത്തി ഒതുങ്ങിക്കഴിഞ്ഞുകൊള്ളുക. അല്ലാത്ത പക്ഷം ഇനിയും കാര്യങ്ങൾ വഷളാകും. അതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ അപ്പോഴും അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ബാദുഷാ തങ്ങൾ തിരിഞ്ഞു നടന്നപ്പോൾ അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം ഒരു അക്രമത്തിനൊരുങ്ങുകയാണ്. അവിടെ തർക്കങ്ങൾക്ക് യാതൊരു പ്രസക്തിയും പിന്നെ വന്നില്ല. വാളുകൾ സംസാരിക്കുവാൻ തുടങ്ങി. ചതിയിലൂടെ വിജയം നേടാനാണ് അവിടെയും ശത്രുക്കൾ മെനക്കെട്ടത്. ഭരണം തിരിച്ചു കൊടുത്തു. അവരിൽ നിന്നു ഭരണം ഇവൻ തിരിച്ചെടുത്തു. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഇതിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഘോരമായ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചതിയിലൂടെയുള്ള അക്രമമായതുകൊണ്ട് തന്നെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ നേരിട്ട് രണാങ്കണത്തിൽ ഇറങ്ങുകയാണ്. ഘോരമായ യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 5 യോദ്ധാക്കളെ അവർ വധിച്ചു. ആനപ്പുറത്തായിരുന്ന പാണ്ഡ്യനു നേരെ ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ അക്രമം നേരെയെത്തി. പൊരിഞ്ഞ പോരാട്ടം. ആനയുടെ തുമ്പിക്കൈ മുറിഞ്ഞു. രഥം തകർന്നു.
എന്തൊക്കെയുണ്ടായാലും അവനൊരു പോറലും സംഭവിച്ചില്ല. ആ യുദ്ധം ദിവസങ്ങളോളം നീണ്ടുനിന്നു. വിശപ്പും ദാഹവും ബാദുഷായെയും അനുയായികളെയും തളർത്തി. എന്നിട്ടും അവർ രണാകളം ഒഴിഞ്ഞുപോയിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ ഓർക്കാപ്പുറത്ത് വന്ന ഒരു യുദ്ധമായതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട സാധന സാമഗ്രികളോ ആയുധങ്ങളോ ഭക്ഷണങ്ങളോ വെള്ളമോ ഒന്നും അവർ സൂക്ഷിച്ചു വച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞു. ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയും സംഘവും ആകെ വിഷമത്തിലാണ്. രണ്ടും കെട്ട എല്ലാം സഹിച്ചു പിടിച്ചുകൊണ്ട് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ അവിടുത്തെ വാളെടുത്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് അവിടുത്തെ ആയുധമങ്ങ് ചുയറ്റിയപ്പോൾ അള്ളാഹുവിൻ്റെ അജയ്യമായ കലാഹ് അത് നേരെ തിരുപാണ്ഡ്യൻ്റെ ശരീരത്തിൽ എവിടെയോ ആഞ്ഞു തറച്ചുപോയി. തിരുപാണ്ഡ്യൻ വേദന സഹിക്കാതെ ആകെ പുളഞ്ഞുകൊണ്ട് അതീവ ഗൗരവത്തോടുകൂടിയുള്ള ഗർജനത്തോടുകൂടി എല്ലാം നശിച്ചു എന്ന് മനസ്സിലാക്കിയ തിരുപാണ്ഡ്യൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പാക്ക് നേരെ ആയുധം പിടിച്ചുകൊണ്ട് ചുയറ്റിക്കൊണ്ടൊരു വരവാണ്. ഈ വരവിൽ അള്ളാഹുവിൻ്റെ അജയ്യമായ കലാഹ് എല്ലാം അവിടെ സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുത്ത് ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയുടെ ശരീരത്തിൽ ആണ്ടിറങ്ങി. വല്ലാത്ത സങ്കടം തോന്നുന്ന അവസ്ഥ. എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഷഹീദായിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആകെ മൗനമായ അന്തരീക്ഷം, ദുഃഖം തളംകെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. തങ്ങളുടെ എല്ലാമായ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ ഷഹീദായിരിക്കുന്നു. അവർ ആ വേദന എങ്ങനെ സഹിക്കും? വ്യസനത്താൽ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ഇസ്ഹാക്കും സിക്കന്ദർ ബാദുഷാ തങ്ങളുപ്പാപ്പയും മറ്റും ചേർന്ന് ആ പവിത്ര ശരീരത്തെ എടുത്തുകൊണ്ട് ഏർവാടിയിലെത്തിച്ച് അവിടെ ജനാസ മറവ് ചെയ്യുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി. എല്ലാവരും മൗനത്തിലാണ്. ആകെ മൗനം. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ആകെ തരിച്ചു നിൽക്കുകയാണ്. എല്ലാം നശിച്ചതുപോലെ അവർക്ക് തോന്നി. എന്നാലും അവരുടെ ഈമാൻ, അവരുടെ ആ ഉള്ളിലുള്ള ഈമാനിൻ്റെ ശക്തി, അവരുടെ നേതാവ് നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് ആ ഈമാനിക ശക്തി നഷ്ടപ്പെട്ടിരുന്നില്ല. അവർ എല്ലാം സഹിച്ചും കടിച്ചു പിടിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തവക്കുലർപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഖബറടക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങുകയാണ്. അങ്ങനെ അവർ ഏർവാടിയിൽ ആ ജനാസ മറവു ചെയ്യുകയും പിന്നീട് അവർ തിരുപാണ്ഡ്യനുമായി ഒരു ചർച്ചക്കൊരുങ്ങുകയും ആ ചർച്ചയിൽ അവർ ഒരു കരാർ ഉണ്ടാക്കുകയും ഈ കരാർ നിയമപ്രകാരം ചില ഏരിയകൾ മുസ്ലിങ്ങൾക്ക് നൽകുകയും ചില ഏരിയകൾ അവർ തന്നെ നേരെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ സിക്കന്ദർ ബാദുഷാ റളിയല്ലാഹു അൻഹും കൂടി വീണ്ടും ഏർവാടിയിൽ ചില ഭാഗങ്ങളിൽ ഭരണം തുടങ്ങുകയാണ്. ഇനിയും ഇത് അവസാനിക്കുന്നില്ല. പല ചരിത്ര സംഭവങ്ങളും ഇനിയും തുടരുകയാണ്. ഇന്ന് കാണുന്ന ഏർവാടി എങ്ങനെ നമ്മളിലേക്കെത്തി? ഇസ്ഹാഖ് പാപ്പയും അതുപോലെ തന്നെ സിക്കന്ദർ പാപ്പയും അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നീട് നടക്കുന്നത് വലിയ ഘോരമായ യുദ്ധങ്ങളും വിഷയങ്ങളും ഇനിയും നടക്കുകയാണ്. ഇനി ഏർവാടി 300 വർഷത്തിലധികം ആരും വരാതെ, ഒന്നും സംഭവിക്കാതെ, ഒരു സിയാറത്ത് പോലും നടക്കാതെ അവിടെ കിടന്നു. കാരണം എല്ലാം നശിച്ചുപോയി. അത് അവരുടെ ഭരണത്തിൻ്റെ കീഴിൽ വന്നു ചേരുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? അവിടെ ഒന്നുമില്ല. എല്ലാം തരിശായി കിടക്കുന്നു. കാട് മൂടിയ ഏർവാടിയിലേക്ക് ഇനി വെളിച്ചമെത്തുകയാണ്. അത് എങ്ങനെ എത്തി? ആരെത്തിച്ചു? എവിടെ നിന്ന് വന്നു? ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ നല്ല ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പയ്ക്ക് വിവരം നൽകുന്നു. ഇതെല്ലാം അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ കറാമത്തിലൂടെ ആ സ്ഥലം, അന്ന് പാണ്ഡ്യരാജാക്കന്മാർ ഭരിച്ച സ്ഥലം, പിന്നീട് യാതൊരു യുദ്ധവുമില്ലാതെ ഇബ്രാഹിം ബാദുഷാ തങ്ങളുപ്പാപ്പ മുഖാന്തരം, അവിടുത്തെ കറാമത്ത് മുഖാന്തരം നേരെ ആധാരം എഴുതി പിന്നീട് വരുന്ന രാജാവ് നല്ല ഇബ്രാഹിം ബാദുഷാ തങ്ങൾക്ക് കൊടുക്കുന്ന രംഗങ്ങളും മറ്റും നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഇൻഷാ അല്ലാഹ് കേട്ടതും പറഞ്ഞതും നമ്മൾ ഇതിനു വേണ്ടി സമയം ചിലവഴിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു അമലായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാവട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.